ഹലോ ഹായ് വെൽക്കം ചിൽഡ്രൻ വെൽക്കം ടു പാർട്ട് 2 ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസിൻ്റെ ഇമ്പോർട്ടൻസും അതിൽ നിങ്ങൾ എത്രയൊക്കെ പഠിച്ചു എന്നുള്ളതും പിന്നെ ടേബിൾ ഓഫ് 9 ഈസി ആയിട്ട് പഠിക്കാനുള്ള ട്രിക്കും കണ്ടായിരുന്നു അല്ലേ? കാണാത്തവർ ആ ചാനലിൽ പോയിട്ട് ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. നൗ ദിസ് ഈസ് പാർട്ട് 2. പാർട്ട് 2 നമ്മൾ ടേബിൾ ഓഫ് 6, 7, 8 ആൻഡ് 9 ഓൾസോ വി ആർ ലേണിംഗ് ബൈ ഫിംഗർ ഫോൾഡിംഗ് മെത്തേഡ്. ഇതിലത്തെ 9ൻ്റെ ഈ മെത്തേഡിലും നല്ലത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച 9ൻ്റെ മെത്തേഡാണ്. ബട്ട് ഇൻ ദിസ് വീഡിയോ ഐ എം ഷോയിങ് ഫോർ 9 ഓൾസോ ബിക്കോസ് വി ക്യാൻ ഡു വിത്ത് ദിസ് മെത്തേഡ് ആസ് വെൽ. ഓക്കെ, ബട്ട് പാർട്ട് 1 മെത്തേഡാണ് നല്ല മെത്തേഡ് കേട്ടോ. സോ ബെറ്റർ യു ഫോളോ ദാറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഫിംഗർ ഫോൾഡിംഗ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് 6, 7, 8, 9 ടേബിൾസ് ഫ്രം 6 ഓൺവേർഡ്സ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് 6 ഓൺവേർഡ്സ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 1 to 5 നിങ്ങൾ പഠിക്കണം. 1 to 5 പഠിക്കാൻ വളരെ ഈസിയാണല്ലോ. ഈ മെത്തേഡ്, ഈ ഫിംഗർ ഫോൾഡിംഗ് മെത്തേഡ് വെച്ച് 1 to 5 ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6 6 36, 6 7 42, അത് രണ്ടുമാണ്. അപ്പോൾ അത് രണ്ടോടെ ഇരിക്കട്ടെ. അതിൽ രണ്ടിലും ക്യാരി ഓവർ കാണാം നിങ്ങൾക്ക്. ഞാൻ എൻ്റെ കാൽക്കുലേഷൻ അവിടെ എഴുതി വെച്ചാൽ അതിൽ ക്യാരി ഓവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരി ഓവർ ഉള്ളത് അവിടെ നിൽക്കട്ടെ. ഈസി ആയിട്ടുള്ളത് ആദ്യം ചെയ്യാം. 6 8 48, 6 9 54, ഇത് രണ്ടും ചെയ്യാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കട്ടൗട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കത് കയ്യിൽ ചെയ്യാവുന്നതുള്ളൂ, കൈ ഇങ്ങനെ പിടിച്ച് ചെയ്യാവുന്നതുള്ളൂ. എനിക്ക് റെക്കോർഡിങ്ങിൻ്റെ കൂടെ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കൈ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ടൗട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 6 8 42. അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഈ കാണുന്നത് പോലെ ഇതുപോലെ നമ്മൾ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ ഓരോ ഫിംഗേഴ്സിനും 6 മുതൽ നമ്പർ കൊടുക്കണം. നമ്മൾ ചെറിയ ഫിംഗറിന് 6, പിന്നെ 7 8 9 10, അതേപോലെ മറ്റേ കയ്യിലും 6 7 8 9 10 അങ്ങനെ നമ്പർ കൊടുക്കണം. ഇത് പ്രകാരമാണ് നമ്മുടെ കാൽക്കുലേഷൻസ് വരാൻ പോകുന്നത്. 6 8 48 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് 6 എന്ന് പറയുമ്പോൾ ഈ ഫിംഗർ നമ്മൾ ഫോൾഡ് ചെയ്യണം. ഓക്കെ, ഈ ഫിംഗർ ഫോൾഡ് ചെയ്യും. ഈ ഫിംഗർ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യും. പിന്നെ അടുത്തത് 8 ആണ് പറയുന്നത്. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഇതും മറ്റേ കയ്യിലത്തെ ഈ ഫിംഗർ അങ്ങനെ 3 ഫിംഗേഴ്സ് നമ്മൾ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഈ ഫോൾഡ് ചെയ്തതിനെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര ഫോൾഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 + 1 4. ആ 4 ആണ് ഈ നമ്പർ 4 ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത് എത്ര ഉണ്ട്? ഇവിടെ 1 2 3 4. ഈ കയ്യിൽ 4 ഉണ്ട്. ഇവിടെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത് എത്രയാണ്? 1 2. സ്ട്രെച്ച് ചെയ്തതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോൾഡ് ചെയ്തതിനെ ആഡ് ചെയ്യുക. ഫോൾഡ് ആഡ് സ്ട്രെച്ച് മൾട്ടിപ്ലൈ, അതാണ് ഇതിൻ്റെ ഫോർമുല. ഫോൾഡ് ആഡ്. ഫോൾഡ് ചെയ്തതിനെ ആഡ് ചെയ്യുക. ഫോൾഡ് ആഡ്. ഓക്കെ, സ്ട്രെച്ചിന് ഞാൻ STRCH എന്ന് എഴുതുന്നുള്ളൂ. സ്ട്രെച്ച് മൾട്ടിപ്ലൈ. ഓക്കെ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ ഇടാം. സ്ട്രെച്ച് മൾട്ടിപ്ലൈ, ഫോൾഡ് ആഡ്, സ്ട്രെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കണം. ഫോൾഡ് ചെയ്തതിനെ ആഡ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്തതിനെ മൾട്ടിപ്ലൈ. അപ്പോൾ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്നത് 1 2 3 4 ഈ കയ്യിലും ഇവിടെ 2. അപ്പോൾ 1 2 2 × 4 8, അതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫിംഗർ ഫോൾഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എല്ലാ ടേബിൾസും ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. നല്ല ഈസിയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 6 9 അപ്പോൾ 6 ഈ 6നെ തന്നെ 6 ആണ് ആദ്യത്തത്. അത് ഇവിടെ ഇതിനെ തന്നെ ഫോൾഡ് ചെയ്ത് 9 ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9 വരെ ഉള്ളതിന് എല്ലാത്തിനും ഫോൾഡ് ചെയ്യണം. ഓക്കെ, ഇതിനെ 9 ഫോൾഡ് ചെയ്ത്. അപ്പോൾ എത്ര പേര് ഫോൾഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 + 1 5. ഫോൾഡ് ആഡ്, ഈ രണ്ട് കയ്യിലത്തെ ആഡ് ചെയ്യണം. ഇതിൽ 4 + 1 5, അതാണ് ഇവിടെ വന്നിരിക്കുന്ന ആൻസർ 5. പിന്നെ സ്ട്രെച്ച് ചെയ്തേക്കുന്ന എത്ര ഉണ്ട്? 1 2 3 4. സ്ട്രെച്ച് ഇവിടെ 4ഉം ഇവിടെ 1ഉം. 4 × 1 = 4. സ്ട്രെച്ച് മൾട്ടിപ്ലൈ, അതാണ് 4 × 1 4 എന്നുള്ളത് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇനി 7ൻ്റെ ടേബിൾ കാണാം, 8ൻ്റെ ടേബിൾ കാണാം, 9ൻ്റെ ടേബിൾ കാണാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇനി നോക്കേണ്ടത് നമുക്ക് ബാക്കിലേക്ക് തിരിച്ചു പോകാം. 6 6 36 എങ്ങനെയാണ് വന്നേക്കുന്നത് നോക്കാം. ഓക്കെ, അത് ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തൊക്കെ തുറന്നു. 6 എന്നാണ് ആദ്യത്തെ നമ്പർ, അത് 6നോട് ഫോൾഡ് ചെയ്തു. അടുത്തത് 6 ആണ്, അപ്പോൾ ഈ 6നോട് ഫോൾഡ് ചെയ്തു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 6 1 + 1 2 കിട്ടി. ആ 2 ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ ബാക്കി നിൽക്കുന്ന എത്രയാണ്? 1 2 3 4, 4 ഇവിടെ, അതേപോലെ 1 2 3 4 4 ഇവിടെ. സ്ട്രെച്ച് മൾട്ടിപ്ലൈ അല്ലേ? സ്ട്രെച്ച് മൾട്ടിപ്ലൈ. ഫോൾഡ് ആഡ് നമ്മൾ ചെയ്ത് ഓൾറെഡി 2 എഴുതി. സ്ട്രെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെയും 4 ഇവിടെയും 4 4 4 16, അതിവിടെ എഴുതി. എഴുതുമ്പോൾ ഈ 16ൻ്റെ 6 ഇങ്ങനെ എഴുതാം. ഈ 1 2ൻ്റെ ക്യാരി ഓവറായിട്ട് മാറണം. 2ൻ്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 6ഉം ഇവിടെ 2 + 1 3 36 എന്ന ആൻസർ വരും. അടുത്തതിലും ഇതേപോലെ ക്യാരി ഓവർ വരുന്നുണ്ട്. 6 7 42 എടുക്കുമ്പോഴത്തേനും അവിടെ നമുക്ക് നോക്കാം. അതേപോലെ 6 7. അപ്പോൾ ഈ 6 നമ്മൾ ഫോൾഡ് ചെയ്ത് ഇവിടെ 7 എന്ന് പറയുമ്പോൾ 6 and 7 രണ്ടുപേരെയും ഫോൾഡ് ചെയ്ത് അപ്പോൾ എത്ര കിട്ടി?
1 2 പ്ലസ് 1 3 ആ 3 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫോൾഡ് ചെയ്ത് തന്നെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് സ്ട്രെച്ച് മൾട്ടിപ്ലൈ 1 2 3 4 ഇവിടെ 4 എണ്ണം സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ 3 എണ്ണം സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. സോ 4 × 3 12 ആ 12 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ 12ൻ്റെ 1 ക്യാരി ഓവർ ആണ് 3യുടെ മേലെ. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, 3 + 1 4 ഈ 2 കൂടെ പിന്നെ 42 എന്നുള്ള ആൻസർ കിട്ടി. ഈ രണ്ടെണ്ണത്തിന് മാത്രമേ ക്യാരി ഓവേഴ്സ് ഉള്ളൂ, ബാക്കിയുള്ളതിനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ 6 7s are 42 എന്നുള്ളത് 7ൻ്റെ ടേബിളിലുണ്ട്, 6 8s are 48 എന്നുള്ളത് 8ൻ്റെ ടേബിളിലുണ്ട്, 6 9s are 54 എന്നുള്ളത് 9ൻ്റെ ടേബിളിലുണ്ട്. ഇത് 6ൻ്റെ ടേബിൾ നമ്മൾ പഠിച്ചാലും ഇവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും 7ൻ്റെ ഒരു ടേബിൾ പഠിച്ചു, 8ൻ്റെ ടേബിൾ പഠിച്ചു, 9ൻ്റെ ഒരു ടേബിൾ പഠിച്ചു. അപ്പോൾ നമുക്ക് അവിടെ അത്രയും കുറഞ്ഞു. ഇപ്പോൾ 6ൽ നമ്മളിങ്ങനെ 4 എണ്ണം പഠിക്കും, 7ൽ നമുക്കപ്പോൾ 3 എണ്ണം പഠിച്ചാൽ മതി, 8ൽ 2 എണ്ണം പഠിച്ചാൽ മതി, 9ൽ 1 എണ്ണം പഠിച്ചാൽ മതി. 7 നമ്മൾ നോക്കുമ്പോഴത്തേന് 7ൽ എന്താണ് നമ്മൾ വരുന്നത്, 6 7s are 42 ഓൾറെഡി നമ്മൾ 6ൻ്റെ ടേബിളിൽ പഠിച്ചതാണ്, ഇനി അത് പഠിക്കേണ്ട. 7 7s are 49 ആണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ 7 7s are 49 നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഫിംഗർ ഫോൾഡിങ് എടുക്കുക. 7 എന്ന് പറയുമ്പോൾ ഈ 6ഉം ഇവിടെയാണ് 7 കിടക്കുന്നത്, അപ്പോൾ ഇവർ രണ്ടുപേരും ഫോൾഡ് ചെയ്തു, ഇവിടെ രണ്ടുപേരും ഫോൾഡ് ചെയ്തു, 7 7 എല്ലാം ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം ഫോൾഡ് ആഡ്, അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ 1 2 3 4 ആ 4 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, 49ൻ്റെ 4. പിന്നെ മൾട്ടിപ്ലിക്കേഷന് വരുമ്പോഴോ സ്ട്രെച്ച് മൾട്ടിപ്ലൈ, ഇവിടെ 1 2 3 ഇവിടെ 3 ഫിംഗേഴ്സ് ഉണ്ട്, ഇവിടെ അതുപോലെ ഫോൾഡ് ചെയ്യാതെ സ്ട്രെച്ച് ചെയ്തത്, ഇവിടെ സ്ട്രെച്ച് വെച്ചത് ഫോൾഡാണ്, സ്ട്രെച്ച് ചെയ്തത് 1 2 3. അപ്പോൾ 3 × 3 3 3s are 9 അതാണ് ഇവിടെ വന്നിരിക്കുന്നത് 49. അപ്പോൾ 7 7s are 49 എന്നാണ് കിട്ടി നമുക്ക്. ഇനി അടുത്തത് 8 7s നമുക്ക് ഫാസ്റ്റായി നോക്കാം. 8 7s are 56. 8 7s നോക്കുമ്പോൾ 8 എന്ന് പറയുമ്പോൾ ഇവിടെ 1 2 3 3 പേര് ഫോൾഡ് ചെയ്യണം. ഓക്കെ, 3 പേര് ഫോൾഡ് ചെയ്ത് 7ൽ 2 പേര് ഫോൾഡ് ചെയ്യണം. അപ്പോൾ എത്രയായി, 1 2 3 4 5 അതാണ് 56ൻ്റെ 5. പിന്നെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത് 1 2 3. സോ സ്ട്രെച്ച് മൾട്ടിപ്ലൈ 3 × 2 = 6 അതാണ് 56. ഓക്കെ, ഇനി 9 7s are 63. അതെങ്ങനെ കിട്ടുന്നത് നോക്കാം. 9 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെയും ഫോൾഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ 4 എണ്ണം, ഇവിടെ 2 എണ്ണം. അപ്പോൾ എങ്ങനെയായി, 1 2 3 4 5 6 അങ്ങനെ 63യുടെ 6. പിന്നെ 3 ഇവിടെ സ്ട്രെച്ച് ചെയ്തേക്കുന്നത് 1, ഇവിടെ 1 2 3 3 × 1 is 3 63. അപ്പോൾ 7ൻ്റെ ടേബിൾ വരും. ഇനി 8ൻ്റെ ടേബിളിലേക്ക് വരുമ്പോൾ ആ 2 എണ്ണം പഠിച്ചാൽ മതി. 8 8s are 64ഉം 9 8s are 72ഉം പഠിച്ചാൽ മതി. കാരണം 8 7s are 56 നമ്മളിവിടെ പഠിച്ചു, പിന്നെ 8 6s are 48 നമ്മൾ 6ൻ്റെ ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത് തന്നെയാണ് വീണ്ടും 8ൻ്റെ ടേബിളിൽ വരുന്നത്. പുതിയതായിട്ട് 8 8s are 64 9 8s are 72 2 മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് 8 എടുക്കാം. 8 എന്ന് പറയുമ്പോൾ 6 7 8 3 പേരെ ഇവിടെ ഫോൾഡ് ചെയ്തു, 6 7 8. പിന്നെ 9 എന്ന് പറയുമ്പോൾ 1 2 3 4 അങ്ങനെ 4 എണ്ണം ഫോൾഡ് ചെയ്തു. അപ്പോൾ ഫോൾഡ് ആഡ് 1 2 3 4 ഇവിടെ 4 എണ്ണം, 5 6 7 ഫോൾഡ് ചെയ്തത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 7 കിട്ടി, ദാറ്റ് ഈസ് ദ 72ൻ്റെ 7. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ സ്ട്രെച്ച് മൾട്ടിപ്ലൈ ഇവിടെ 1 2 × 1 72. ഇത് നിങ്ങളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ 9 9s are ഇനി അടുത്തത് 9ൽ 9 9s are 81 മാത്രം പഠിച്ചാൽ മതി. 9 9 കൈ കൊണ്ട് വെച്ച് ചെയ്യണവരെ കൈ ചെയ്ത് കാണിച്ചു തരാം. 9 9 എന്ന് പറയുമ്പോൾ ഇതാണ് 6 7 8 9. അതുപോലെ 6 7 8 9 രണ്ടും ഒരേ നമ്പറല്ല രണ്ട് കയ്യിലും, അത് ഫോൾഡ് ചെയ്തു. ഫോൾഡ് ആഡ് എന്ന് പറയുമ്പോൾ 4 + 4 8 ഇവിടെ വന്ന്, പിന്നെ ബാക്കിയുള്ള 1 സ്ട്രെച്ച് മൾട്ടിപ്ലൈ, അത് രണ്ടിനും മൾട്ടിപ്ലൈ 1 × 1 1. ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാം. കൈ കൊണ്ട് ചെയ്യണമെന്ന് എളുപ്പം. 9 9s are 81. അപ്പോൾ കൈ കൊണ്ട് ചെയ്യാൻ മനസ്സിലായില്ലേ. ഇതേപോലെ കട്ടൗട്ടൊന്നും കൊണ്ട് അത് എക്സാമിനൊന്നും പോകരുത്, ഒന്നല്ല ഇവിടെ അല്ല എക്സാം ഹോളിൽ. പക്ഷേ എക്സാം ഹോളിലേക്ക് നിങ്ങൾ ഈ മെത്തേഡൊന്നും ആയിട്ട് പോകണ്ട, അതിൻ്റെ മുമ്പനായിട്ട് നല്ല കുട്ടികളായിട്ട് പഠിച്ച് നല്ല സ്മാർട്ട് ആവുക കേട്ടോ. കേട്ടോ കൈവട്ടി ചെയ്യുന്ന ഇതൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഡൗട്ടുള്ളവർക്ക് അതും കൂടി കാണാം, ഒന്നുകൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ടേബിൾസ് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി ഈസി ടു സ്റ്റഡി. നിങ്ങളൊന്ന് റെഡി ആയാൽ മതി. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ. ഹാപ്പി ലേണിംഗ്. Mathematics by Jasina Mam. Please like, share and subscribe.